ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ആയുഷിനെ കുറിച്ചാണ്. ആയുഷ് ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് മൈസൂരാണ്. +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഓഡിയോളജിയിലും അതുപോലെ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിയിലും ഒരു കരിയർ വേണമെങ്കിൽ ആയുഷ് അവരുടെ ഒരു അടിപൊളി BASLP ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കും അതുപോലെ ആ കോഴ്സ് എടുത്ത് ഇപ്പോൾ ആയുഷിൽ തന്നെ PhD ചെയ്യുന്ന PhD സ്കോളറുമായിട്ടുള്ള ഒരു കോൺവെർസേഷനിലേക്കും കടക്കാം. ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി അല്ലെങ്കിൽ BASLP ഒരു 4 വർഷ കോഴ്സാണ്. ഈ കോഴ്സ് മൈസൂർ യൂണിവേഴ്സിറ്റിയുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ്. അതുപോലെ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള കോഴ്സാണിത്. ഞാൻ പറഞ്ഞു 4 വർഷമാണ് ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ. അതിൽ 6 സെമിസ്റ്ററുകൾ ഉണ്ടായിരിക്കും. അതുപോലെ 1 വർഷം തികച്ചും ഇന്റേൺഷിപ്പിന് മാത്രമായിരിക്കും. ആകെ അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 80 സീറ്റുകളാണ്. ഇനി ഈ ഒരു പ്രോഗ്രാമിന്റെ സ്കോപ്പുകളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ കോഴ്സിന് ഒരു കുട്ടിക്ക് തിയററ്റിക്കൽ ക്ലാസ്സുകൾ മാത്രമല്ല കിട്ടുക, പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പോഷർ, അതായത് ക്ലിനിക്കൽ ടീച്ചിങ്, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്, അതുപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സിന്റെ ഒക്കെ അണ്ടറിൽ ഗൈഡൻസ്, ഇതെല്ലാം ഉണ്ടായിരിക്കും. ഇനി നമ്മൾ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിന്, തൊഴിലവസരങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോഴ്സിന്റെ ഗ്രാജുവേഷന് ശേഷം ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ ഓഡിയോളജിസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ് ആയിട്ട് ഹോസ്പിറ്റലുകളിൽ, ക്ലിനിക്കുകളിൽ, ഇൻഡസ്ട്രീസിൽ, അതും അല്ലെങ്കിൽ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ സ്കൂളിലോ ഒക്കെ വർക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അഡ്മിഷന്റെ എലിജിബിലിറ്റി എന്താണെന്നും എൻട്രൻസ് എക്സാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസിലേക്കും കടക്കാം. +2 പരീക്ഷയിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി കോമ്പിനേഷനിൽ മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കണം എന്നതാണ് ഒരു എലിജിബിലിറ്റി. പിന്നെ ഹയർ സെക്കൻഡറിയിൽ ഫിസിക്സും കെമിസ്ട്രിയും എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. അതുകൂടാതെ ബയോളജി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇലക്ട്രോണിക്സ്, സൈക്കോളജി, ഈ പറഞ്ഞ സബ്ജക്ട്സിൽ ഏതെങ്കിലും ഒരെണ്ണം കൂടെ പഠിച്ചിട്ടുണ്ടാവണം. ഇനി നമുക്ക് എൻട്രൻസ് എക്സാമിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഈ ഒരു കോമ്പിനേഷനിലാണ് എക്സാം ഉണ്ടാവുക. 150 ചോദ്യങ്ങൾ അടങ്ങിയ എക്സാം ആയിരിക്കും. അതിൽ 50 ചോദ്യങ്ങൾ ഫിസിക്സിൽ നിന്നും, 50 ചോദ്യങ്ങൾ കെമിസ്ട്രിയിൽ നിന്നും, 50 ചോദ്യങ്ങൾ ബയോളജി അല്ലെങ്കിൽ മാത്സ്, നമ്മൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് തുല്യമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. 150 മിനിറ്റുകളാണ് പരീക്ഷയുടെ സമയം. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണ്. ശരി ഉത്തരത്തിന് 1 മാർക്കും, ഉത്തരം എഴുതിയിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ തെറ്റുത്തരം എഴുതിയാലോ 0 മാർക്കുമാണ് മാർക്ക് അലോക്കേഷൻ. അതായത് നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. ഈ പരീക്ഷയെ ബേസ് ചെയ്തിട്ട് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി അതിനനുസരിച്ചായിരിക്കും അഡ്മിഷൻ നടക്കുക. ഹായ്, ഞാൻ ഗായത്രി. ഞാൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിൽ ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി കഴിഞ്ഞ് MSc ഓഡിയോളജി കഴിഞ്ഞ് ഇപ്പോൾ PhD സ്കോളറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ +2 കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് അതിനുശേഷം മെഡിക്കൽ എൻട്രൻസിൻ്റെ ഒരു നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഇവിടുത്തെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലെ എൻട്രൻസിനെ പറ്റി അറിഞ്ഞു. അപ്പോൾ അത് ക്രാക്ക് ചെയ്തപ്പോൾ അവിടെ ചേരാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തൊരു കോഴ്സാണ്. പക്ഷേ ഇത് ഒരു കമ്മ്യൂണിക്കേഷൻ ഡിസോർഡറിൻ്റെ ഒരു സർവീസ് ബേസ്ഡ് ആയിട്ടും കൂടെ ഉള്ള ഒരു കോഴ്സാണ്. സോ ഇറ്റ്സ് എ പ്രൊഫഷണൽ കോഴ്സ് ആസ് വെൽ ആസ് നമുക്കൊരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടും കൂടെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്തായാലും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കോഴ്സാണ്. ഈ കോഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആദ്യത്തെ 3 വർഷം എന്ന് പറയുമ്പോൾ തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ഈക്വൽ ആയിട്ട് വെയിറ്റേജ് കൊടുത്തിട്ട് പോകുന്ന ഒരു കോഴ്സാണ്. സോ 4th ഇയറിലാവുമ്പോൾ നമ്മൾ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ആയിട്ട് ആണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ ആദ്യത്തെ 5 മന്ത്സ് നമ്മൾ ആയുഷിൽ തന്നെ വർക്ക് ചെയ്യും. അതിനുശേഷം പിന്നെയുള്ള 5 മന്ത്സ് നമുക്ക് ഡിഫറെൻറ്റ് സെൻറ്റേഴ്സിലാണ് നമ്മുടെ പ്രാക്ടീസ് ഉള്ളത്. അത് ഹോസ്പിറ്റൽ സെറ്റപ്സ് ഉണ്ട്, നമ്മുടെ റൂറൽ ആൻഡ് അർബൻ റീജിയനിലുള്ളതുണ്ട്, പിന്നെ ക്ലിനിക്കൽ സെറ്റപ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് വേരിയസ് ആയിട്ടുള്ള സെൻറ്റേഴ്സിലെ ഓപ്പർച്യൂണിറ്റീസാണ് നമ്മുടെ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിനുള്ളത്. ആദ്യം ബാച്ചിലേഴ്സ് തൊട്ടേ നമുക്ക് സ്റ്റൈപ്പൻഡ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് ആദ്യം തൊട്ട് നമുക്കൊരു സ്റ്റൈപ്പൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ബാച്ചിലേഴ്സിനാണെന്നുണ്ടെങ്കിലും ഉണ്ട്, MScയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് സ്റ്റൈപ്പൻഡ് ഉണ്ട്. ഇപ്പോൾ ഞാൻ PhD ചെയ്യുന്നതും സ്റ്റൈപ്പൻഡിൽ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കരിക്കുലത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോർ സബ്ജക്ട്സ് വരുന്നത് കമ്മ്യൂണിക്കേഷൻ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. സ്പീച്ചിനെ കുറിച്ചുള്ളതുണ്ട്, ലാംഗ്വേജ് ഉണ്ട്, ഹിയറിംഗ് സയൻസ്.
സോ ഇത് മൂന്നുമാണ് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് നമുക്കുള്ളത്. പിന്നെ നമുക്ക് സോഫ്റ്റ് കോർ ആയിട്ട് ന്യൂറോളജി ഉണ്ട്, ENT ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്. സോ ഇങ്ങനത്തെ വേറെ അലൈഡ് ആയിട്ടുള്ള നമുക്ക് നമ്മളെ കോഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേരിയസ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ട്. എല്ലാത്തിൻ്റെയും ഒരു ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട നോളജ് തരുന്ന രീതിയിൽ. നമ്മുടെ ഫാക്കൽറ്റീസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും മോസ്റ്റ് ഓഫ് ദ ആൾക്കാരെന്ന് പറയുന്നത് PhD കഴിഞ്ഞ് അവിടെ കൂടുതലുള്ള ആൾക്കാരും അവിടെ തന്നെ ബാച്ചിലേഴ്സും MSCയും ചെയ്ത് PhDയും ചെയ്ത് ഈവൻ അബ്രോഡ് വരെ പോയി PhD ചെയ്ത് വന്നിട്ടുള്ള ഫാക്കൽറ്റീസാണ് നമുക്കുള്ളത്. അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് തൊട്ട് പ്രൊഫസർ ലെവലുള്ള ആൾക്കാർ വളരെ ഈ ഒരു ഫീൽഡിൽ വളരെ നോളജബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ഫാക്കൽറ്റീസ്. സോ അവർ ക്ലിനിക്കലി ആസ് വെൽ ആസ് അവർ റിസർച്ച് ഫീൽഡിലും വളരെ നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഫാക്കൽറ്റീസാണ് നമുക്കുള്ളത്. നമ്മൾ പ്രാക്ടിക്കലി വളരെയധികം എക്സ്പോഷർ കിട്ടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കാരണം ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ വേരിയസ് ആയിട്ടുള്ള സ്ഥലത്തുകളിൽ നിന്നാണെന്നെങ്കിലും നമുക്ക് അവിടെ പേഷ്യൻസ് അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും മൾട്ടിലിംഗൽ ആണ്. നമ്മൾ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്ന് ഈവൻ ഫോറിൻ ആയിട്ടുള്ള സ്റ്റുഡൻസും ഉണ്ട്. സോ എല്ലാ മൾട്ടിലിംഗൽ ആയിട്ടുള്ള കേസസും വരുന്നുണ്ട്, അതെടുക്കാനുള്ള സ്റ്റുഡൻസും ഉണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇയറിൽ മെയിനായിട്ട് നമ്മൾ ഒബ്സർവേഷനാണ്, നമ്മുടെ സീനിയേഴ്സ് ആണ് കേസ് എടുക്കുക, സ്റ്റുഡൻസ് തന്നെയാണ് അവിടെ കേസസ് ഹാൻഡിൽ ചെയ്യുക. സോ ഫസ്റ്റ് ഇയറിൽ നമുക്ക് മെയിനായിട്ട് ഒബ്സർവേഷൻ, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയർ തൊട്ട് നമ്മളായിട്ടാണ് കേസ് എടുത്ത് തുടങ്ങുക. ഈവൻ സ്പീച്ച് ആണെന്നുണ്ടെങ്കിലും ഓഡിയോ കേസസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഡയറക്റ്റ് കേസ് അണ്ടർ സൂപ്പർവിഷനാണ് എടുക്കുക. സോ ഫോർ ഈച്ച് കേസ് നമുക്കൊരു സൂപ്പർവൈസർ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ഗൈഡൻസിൽ നമ്മൾ ഡയറക്റ്റായിട്ട് തെറപ്പി കൊടുക്കും, കാര്യങ്ങളാണ് അവിടെ ചെയ്തു പോകുന്നത്. ഇൻറ്റേൺഷിപ്പിലാണെങ്കിൽ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് നമുക്ക് ക്ലിനിക്കൽ എക്സ്പോഷർ മാത്രമാണ്. സോ അവിടെ തിയറി ഇല്ല, നമ്മൾ ഫുൾ ടൈം നമ്മൾ ക്ലിനിക്കലി തന്നെയാണ് കേസസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ അത് നമ്മൾ എക്സ്റ്റേൺഷിപ്പിന് പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ ഹോസ്പിറ്റൽ സെറ്റപ്സിലാണെന്നുണ്ടെങ്കിലും പല രീതിയിലുള്ള എക്സ്പോഷേഴ്സ് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ കരിക്കുലം ചാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ കോഴ്സിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും, എന്താണ് കമ്മ്യൂണിക്കേഷൻ ഡിസോർഡറിൽ എക്സാക്ട്ലി നമ്മൾ എന്തൊക്കെ കേസസ് ആണ് ഡീൽ ചെയ്യുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ ഡിസോർഡേഴ്സിന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സ്പീച്ച് ലാംഗ്വേജ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ഉണ്ട്, ഹിയറിംഗ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ഉണ്ട്. സോ സ്പീച്ച് ലാംഗ്വേജിൽ നമ്മൾ കൂടുതൽ കണ്ടുവരുന്ന കുട്ടികളിലുള്ള സംസാര വൈകല്യം കാര്യങ്ങൾ, പിന്നെ വിക്ക്, അതേപോലെ വോയിസിലുള്ള ചേഞ്ചസ്, അതേപോലെ ഇപ്പം നമ്മൾ സ്ട്രോക്ക് വന്നിട്ടുള്ള ഇപ്പം എൽഡേഴ്സ് ആയിട്ടുള്ള അഡൾട്ട് പേഷ്യൻസും നമ്മുടെ ഇതേ മേഖലയിൽ പെടുന്നതാണ്. സോ അഡൾട്ടിന് വല്ല സ്ട്രോക്ക് വന്നിട്ടുള്ള ആൾക്കാർ, ആക്സിഡൻറ്റ്, പോസ്റ്റ് ആക്സിഡൻ്റ് ആയിട്ടുള്ള കേസസ്, അപ്പോൾ ഇവരുടെ ഒക്കെ സ്പീച്ചിലും ലാംഗ്വേജിലും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. സോ ഇതിനൊക്കെ നമ്മൾ തെറപ്പി വഴി റീഹാബിലിറ്റേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കോഴ്സിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ ഹിയറിങ്ങിൽ വരുമ്പോൾ നമുക്ക് കുട്ടികൾ ജന്മന കേൾവി വൈകല്യമുള്ള കുട്ടികളുണ്ടായിരിക്കും, അതല്ല പ്രായം വരുന്ന അത് കാരണം ഉള്ള ഹിയറിംഗ് ലോസ് ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. സോ ഇവരെയൊക്കെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, അവർക്ക് വേണ്ട ഹിയറിംഗ് എയ്ഡ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റേഷൻ. സോ ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ട് അതിൻ്റെ അസസ്മെൻറ്റ്, റീഹാബിലിറ്റേഷനാണ് മെയിൻ നമ്മുടെ ഫോക്കസ്, ഈ ഒരു കോഴ്സിലെ ഫോക്കസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ഇന്ത്യയിലുമുണ്ട്, നമ്മുടെ അബ്രോഡിലും ഉണ്ട്. ബാച്ചിലേഴ്സ് കഴിയുന്ന ഏതൊരാൾക്കും ആക്ച്വലി പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ നെക്സ്റ്റ് ലെവൽ MSc ചെയ്യുക എന്ന് പറയുമ്പോൾ കൂടുതൽ നമ്മളൊരു അക്കാഡമിക് ഫോക്കസ് ആയിട്ടുള്ള ഒരാളാണ് നമ്മൾ MScയിലേക്ക് പോകേണ്ടത്. സോ MScയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെസർട്ടേഷൻ അതൊരു മസ്റ്റായിട്ടാണ്, നമ്മളത് ഒരു പേപ്പറായിട്ട് തന്നെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ അപ്പോഴേ നമുക്കൊരു റിസർച്ച് ആയിട്ടുള്ള ഒരു എക്സ്പോഷർ അവിടെ വരുന്നുണ്ട്. സോ അത് ഒരു റിസർച്ചിനോട് ഫാസിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത് താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലെവൽ അവിടെ PhDക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പോസ്റ്റ് ഡോക്ടറൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ അതിനെ നമുക്ക് ഗൈഡ് ചെയ്യാനുള്ള അത്രയും ഈ ഒരു ഫീൽഡിൽ ഏറ്റവും മികച്ച ഒരു ഗൈഡൻസ് കിട്ടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഐഷിൽ. എൻ്റെ തീസിസ് എന്ന് പറയുന്നത് കേൾവി വൈകല്യം ഉള്ള കുട്ടികളിൽ നമ്മൾ റീഹാബിലിറ്റേഷൻ ചെയ്യുന്നതാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ. സോ കോക്ലിയർ ഇംപ്ലാന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയിൽ ഉണ്ടാവുന്ന അവരുടെ കേൾവിയിൽ എങ്ങനെയാണ് നോർമലി ഉള്ള കുട്ടികളുടെ പോലെയാണ് അവരുടെ കേൾവി. സോ അത് ഡിഫറെൻറ്റ് ലെവൽസിൽ അവരുടെ സംസാരത്തിലാണെന്നുണ്ടെങ്കിലും അവരുടെ കേൾവിയിലാണെങ്കിലും എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐഷിൻ്റെ ക്യാമ്പസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കോഴ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണെന്ന് തന്നെ പറയാം. നമുക്ക് ലൈബ്രറി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സ്പീച്ച് ആൻഡ് ഹിയറിംഗിൻ്റെ ലൈബ്രറിയാണ്. ഇവൻ നമ്മൾ ഫോറിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ക്യാമ്പസ് കാണാൻ വരുന്ന ആൾക്കാർ വരെ വിസിറ്റ് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദ ഒരു മേജർ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ലൈബ്രറി എന്ന് പറയുന്നത്. നമുക്ക് ഓൺലൈൻ ആയിട്ടാണെന്നുണ്ടെങ്കിലും ഒരുപാട് ജേർണൽസിനോടുള്ള ആക്സസുകളുണ്ട്, പിന്നെ കുറേ ബുക്സ് ആക്സസ് ചെയ്യാൻ പറ്റും, പിന്നെ
ഒരുപാട് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് നമ്മുടെ ലൈബ്രറിയിൽ. പിന്നെ ക്ലിനിക് ആണെന്നുണ്ടെങ്കിലും ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കാണ് നമ്മുടെ ക്യാമ്പസിലുള്ളത്. ഈവൻ ഓഡിയോ ആണെങ്കിലും സ്പീച്ച് ആണെന്നുണ്ടെങ്കിലും വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സും ഇൻസ്ട്രുമെൻറ്റ്സും അവൈലബിൾ ആയിട്ടുള്ള ക്യാമ്പസാണ്. ആയിട്ടാണെന്നുണ്ടെങ്കിൽ അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള യൂണിറ്റ്സ് ഉണ്ട്. ഓരോ ഡിസോർഡേഴ്സിനും സ്പെസിഫൈഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ് നമ്മുടെ ക്യാമ്പസ്. സോ ഐഷിലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കൾച്ചറലി ആണെന്നുണ്ടെങ്കിലും നമുക്ക് സ്പോർട്സ് ആണെന്നുണ്ടെങ്കിലും വളരെ ആക്റ്റീവായിട്ട് പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പസാണ്. സോ നമുക്ക് സ്പോർട്സ് ആണെങ്കിൽ ഫുട്ബോൾ അല്ലെങ്കിൽ ടെന്നീസ്, നമുക്ക് പ്രത്യേകം അതിനൊരു ക്യാമ്പസ് തന്നെ ഉണ്ട്. ജിംഖാന നമ്മുടെ സ്പോർട്സിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ്. പിന്നെ കൾച്ചറൽസ് ആണെന്നുണ്ടെങ്കിലും ആർട്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരു ക്യാമ്പസാണ് നമ്മുടെ ക്യാമ്പസ്. പിന്നെ NSSൻ്റെ ആണെന്നുണ്ടെങ്കിലും ആക്ടിവിറ്റീസ് ഒരുപാട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ബാച്ചിലേഴ്സ് തൊട്ടേ നമുക്ക് റിസർച്ചിനും ഈക്വൽ വെയിറ്റേജ് കൊടുക്കുന്ന ഒരു ക്യാമ്പസ് ആയതുകൊണ്ട് ഇപ്പോൾ ക്ലിനിക്കൽ കോൺഫറൻസിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കേസ് എടുത്തിട്ട് കേസ് സ്റ്റഡി ചെയ്തിട്ട് പ്രസൻറ്റേഷനും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ആദ്യം തൊട്ടേ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ കോൺഫറൻസുകളിലാണെന്നുണ്ടെങ്കിലും എല്ലാം പ്രസൻറ്റേഷൻ ചെയ്യാൻ വളരെ എൻകറേജ് ചെയ്യുന്ന സ്റ്റാഫ്സാണ് നമ്മുടെ ക്യാമ്പസിലുള്ളത്. സോ ആദ്യം തൊട്ടേ നമുക്കൊരു റിസർച്ചിനോട് ഒരു സ്നേഹം തോന്നുന്ന രീതിയിലുള്ള ഒരു കരിക്കുലാണ് നമ്മുടെ ഉള്ളത്. റിസർച്ച്, സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം നമ്മുടെ സിലബസിൻ്റെയും പാർട്ടായിട്ടുണ്ട്. സോ അതൊക്കെ കാരണം നമുക്ക് ആദ്യം തൊട്ടേ ഒരു റിസർച്ചിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നിക്കുന്ന രീതിയിലാണ് നമ്മുടെ ക്യാമ്പസ്. സോ ഈവൻ MSCയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെസിറ്റേഷൻ കാര്യങ്ങളും അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് റിസർച്ച് സ്റ്റാറ്റി അക്കാഡമിക്കലി ഉണ്ട്. നമ്മൾ പ്രസൻറ്റേഷൻസും കോൺഫറൻസിൽ പേപ്പർ പ്രസൻറ്റേഷൻസ്, പേപ്പർ പബ്ലിക്കേഷൻസ് ആയിട്ട് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള നമുക്ക് ഫാക്കൽറ്റീസ് ഉള്ളതുകൊണ്ട് ഈ PhDയിലേക്കാണെന്നുണ്ടെങ്കിൽ എത്തിപ്പെടാൻ വളരെ നമുക്ക് ഒരു എന്താ പറയുക, വളരെ നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ക്യാമ്പസ് ആയിരുന്നു. ബാച്ചിലേഴ്സ് കഴിയുമ്പോൾ തന്നെ നമ്മളൊരു പ്രൊഫഷണൽ ആയി എന്ന് പറയാം. സോ ഒരു പ്രൊഫഷണൽ ആയ എന്ന രീതിയിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്കൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് വേറെ പ്രൈവറ്റ് ക്ലിനിക്ക് സെറ്റപ്സിൽ വർക്ക് ചെയ്യാം, അതേപോലെ തന്നെ ഹോസ്പിറ്റൽ സെറ്റപ്സിൽ വർക്ക് ചെയ്യാം. പിന്നെ അബ്രോഡിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ബാച്ചിലേഴ്സ് കഴിയുന്നതോടുകൂടി യു ഹാവ് ബിക്കം എ പ്രൊഫഷണൽ എന്നുള്ള രീതിയിലാണ് നമുക്ക് ആദ്യം തൊട്ടേ ക്ലിനിക്കലി ആൻഡ് തിയററ്റിക്കലി നമ്മുടെ കരിക്കുലം പോകുന്നത്. ഐഷ് എന്ന് പറയുന്നത് ഒരു ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമ്പസിൽ സ്റ്റുഡൻസ് പറയുമ്പോൾ ഇന്ത്യയുടെ തന്നെ വളരെ ഡിഫറെൻറ്റ് പാർട്സ് നിന്ന് വരുന്ന സ്റ്റുഡൻസ് ആണല്ലോ. സോ നമുക്ക് കൾച്ചറലി ആണെന്നുണ്ടെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിലുള്ള കുട്ടികളായിട്ടുള്ള എക്സ്പോഷർ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു +2 കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോയി താമസിക്കുമ്പോൾ നമ്മൾ വളരെ സെൽഫ് സഫിഷ്യൻ്റ് ആവുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ എല്ലാം ഒരു രീതിയിലുള്ള ഒരു മാറ്റം ഫീൽ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. സോ എൻ്റെ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഓൾമോസ്റ്റ് 10 വർഷമായിട്ട് ഇപ്പോൾ ഐഷിൽ തന്നെയാണുള്ളത്. ആ രീതിയിൽ എൻ്റെ വളരെയധികം പേഴ്സണൽ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഐഷും ഈവൻ ദ ക്യാമ്പസ് ഹോൾ. +2 കഴിഞ്ഞ് BSLPക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടീനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ നിങ്ങളൊരു വളരെ എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലാണ്, അങ്ങനെയുള്ള ഒരു പ്രൊഫഷനാണ് ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് ആപ്റ്റ് ആയിരിക്കും. പക്ഷേ അതല്ല, വെറുതെ ഒരു കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാനാണ് ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് മേ ബി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത് കംപ്ലീറ്റ്ലി നമ്മളൊരു സർവീസ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ നമുക്കിത് ഒരു സാറ്റിസ്ഫൈയിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സായിട്ട് കാണാൻ പറ്റുള്ളൂ. ഐഷിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഐഷ് ഒരു കംപ്ലീറ്റ്ലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സോ നമ്മൾ ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ഏതൊരു കുട്ടികൾക്കും ഇപ്പോൾ നമ്മളൊരു ക്യാമ്പസ് ലൈഫ് അല്ലെങ്കിൽ എന്താ പറയുക, വളരെ നമ്മൾ നാട്ടിൽ കാണുന്ന പോലത്തെ ഒരു ലൈഫ് എക്സ്പെക്ട് ചെയ്ത് വരുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ചെറിയ രീതിയിലൊരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ കൂടുതലും കാര്യങ്ങൾ ഇപ്പോൾ ക്ലിനിക്കലാണ്, നമുക്കൊരു ഹാഫ് ഡേ നമ്മൾ ക്ലിനിക്കലി പോസ്റ്റഡ് ആണ്, ബാക്കി ഹാഫാണ് നമ്മൾ തിയററ്റിക്കലി. സോ അവിടെ കൂടുതലും നമുക്ക് വരുന്നത് ഒരു പ്രൊഫഷണൽ ലൈഫാണ് വരുന്നത്. സോ ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ഇയർ തൊട്ടേ നമ്മളൊരു പ്രൊഫഷണൽ ലൈഫാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് കൾച്ചറൽസ് അല്ലെങ്കിൽ സ്പോർട്സ് മീറ്റൊക്കെ നടക്കുമ്പോൾ ദർ ഈസ് ലൈക്ക് എല്ലാ കോളേജിലെ പോലെയുള്ള കാര്യങ്ങളുണ്ട്, എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ കൂടുതൽ നമ്മൾ ക്ലിനിക്കലി ഫോക്കസ് ചെയ്യുമ്പോൾ ഒരു പ്രൊഫഷണൽ ലൈഫാണ് നമ്മളവിടെ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. സോ BSLPനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ബേസിക് ആയിട്ട് അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് ആകെ പറയുക എന്നുള്ളത് കുട്ടികൾക്ക് തെറപ്പി എടുക്കുക, അതേപോലെ തന്നെ കേൾവി കുറവുള്ള ആൾക്കാർക്ക് ഹിയറിംഗ് എയ്ഡ് കൊടുക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ട് എല്ലാവർക്കും അറിയുന്നത്. പക്ഷേ ഇതിൽ കൂടുതലാണ് നമ്മുടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ് ആക്ച്വലി ഉള്ള കാര്യം. സോ ഈവൻ കുട്ടികൾ തൊട്ട് മുതിർന്ന ആൾക്കാർ വരെയുള്ള എല്ലാ ആൾക്കാർക്കും സ്പീച്ച് ലാംഗ്വേജ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമ്മളൊരു സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്, റീഹാബിലിറ്റേഷൻ. പിന്നെ അതുപോലെ തന്നെ സ്പീച്ച് ലാംഗ്വേജ് തെറപ്പി, ഈവൻ ബാലൻസ് ഡിസോർഡേഴ്സ് ഉള്ള ആളുകൾക്ക് വരെ നമ്മൾ റീഹാബിലിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഹിയറിംഗ് എയ്ഡ് അല്ലെങ്കിൽ ജസ്റ്റ് കുട്ടികൾക്കുള്ള തെറപ്പി എന്നുള്ള കാര്യമല്ല, വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു റീഹാബിലിറ്റേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു BSLP കഴിഞ്ഞ ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡോക്ടർ എന്നുള്ള രീതിയിലല്ല, ഒരു ഫിസീഷ്യൻ എന്നുള്ള രീതിയിലല്ല, നമ്മളൊരു അലൈഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് പ്രൊഫഷണലാണ്. ഇവൻ ഡോക്ടറേറ്റ് എടുക്കുന്ന PhD കഴിഞ്ഞ് ഡോക്ടറേറ്റ് എടുക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ
ഈസ് എ ഡോക്ടർ ഇൻ ദാറ്റ് സബ്ജക്ട് എന്നുള്ളതാണ്. അല്ലാതെ നോർമലി നമ്മൾ കാണുന്ന ഒരു ഡോക്ടർ എന്നുള്ള ആളല്ല. സോ കുറേ ആളുകൾക്ക് അങ്ങനെ ഒരു മിസ്കൺസെപ്ഷൻസ് ഉണ്ടായിരിക്കും. ആയുഷിലെ BASLP ഓഡിയോളജി അല്ലെങ്കിൽ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിയിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആണ് ഓഫർ ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ സയൻസിലൂടെ ഒരാളുടെ ജീവിതത്തിൽ ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഭയങ്കര പാഷനേറ്റ് ആണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്കുള്ള സ്ഥലമാണ് ഐഷ്. ഐഷിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ടും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ നോക്കുക. ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്കും ഞാൻ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഉപകാരപ്രദമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. സോ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.